അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഇന്ത്യയുടെ ഗ്രൂപ്പ് അതുപോലെ തന്നെ മറ്റു പല ഗ്രൂപ്പുകളും ഞങ്ങളിപ്പോൾ ഉള്ളത് ഹുദൈബിയ ഒട്ടക ഫാമിലാണ് ഉള്ളത്. നമുക്കറിയാം, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട വാഹനമാണ് ഒട്ടകമെന്ന് പറയുന്നത്. മുത്തുനബി തങ്ങളുടെ ഹിജറ യാത്രയിലും മറ്റു യാത്രയിലും ഉണ്ടായിരുന്ന വാഹനമാണ് ഒട്ടകം. മുത്തുനബി തങ്ങളുടെ വാഹനം കസ്വ എന്ന് പറഞ്ഞ ഒട്ടകത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ നമ്മെ ഉണർത്തുന്നത് അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, നിങ്ങൾ ഒട്ടകത്തിന്റെ സൃഷ്ടിപ്പിലേക്ക് നോക്കുന്നില്ലയോ? ഒട്ടകത്തിന് മറ്റു പ്രത്യേകത ഉള്ളത് ഒരുപാട് വെള്ളം ശേഖരിക്കാനുള്ള കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടകത്തിന് കൊടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ വെള്ളമില്ലാതെ തന്നെ ഒരുപാട് മാസങ്ങളൊക്കെ കഴിഞ്ഞുകൂടാനുള്ള ഒരു പ്രത്യേകത ഒട്ടകത്തിനുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മരുഭൂമിയിൽ കഠിന ചൂട്, നമുക്കറിയാം, നമുക്കൊന്നും സഹിക്കാൻ പറ്റാത്ത ചൂട്, അത് ഈ ഒട്ടകങ്ങൾക്ക് ആ ചൂട് സഹിച്ച് അവർക്ക് ഈ മരുഭൂമിയിലൂടെ വളരെ എളുപ്പത്തിൽ നടക്കാനുള്ള വിശാലമായ കാലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ക്ഷമയുള്ള ഒരു ജീവിയാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ വലിയൊരു അത്ഭുതകരമായ ഒരു ജീവിയാണ് ഒട്ടകമെന്ന് പറയുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഇവിടെ എത്താനും ഈ ഒട്ടകങ്ങളെ കാണാനും അടുത്ത് ഇടപഴകാനൊക്കെ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല ക്ഷമയുള്ള ഒരു ജീവിയാണ് ഒട്ടകം. ഒരുപാട് ചുമട് ഭാരം വഹിക്കാനുള്ള കഴിവും ഈ ഒട്ടകത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവരൊക്കെ ഇതുപോലെ പരിശുദ്ധമായ ഉംറ നിർവഹിക്കാൻ വേണ്ടി വരിക. അതോടൊപ്പം ഈ ഒട്ടക ഫാമും അതുപോലെ ഇവിടെ കാണാനുള്ള കാഴ്ചകളൊക്കെ കാണാൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.